എന്താണ് ഈ ചൈൽഡ് ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്? കുട്ടികളുടെ ശാരീരിക വളർച്ചയോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളുടെ ബൗദ്ധിക വളർച്ചയും. അതായത് ഒരു 3 വയസ്സ് വരെയുള്ള ഒരു ടൈമിലാണ് മാക്സിമം ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നത്. ഒരു 90% ഓഫ് ദ ബ്രെയിൻ ഡെവലപ്മെൻറ്റും ആ ഒരു 3 വയസ്സിലാണ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ അതുവരെ എന്തൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നുവോ അതെല്ലാം തന്നെ ഒരു ആഡ് ഓൺസ് ആണ്. അതെ, അതായത് ഇപ്പം ഫിസിക്കൽ ഗ്രോത്ത് ആണെങ്കിലും അതായത് ഇപ്പോൾ ലാംഗ്വേജ്, ഗ്രോസ് മോട്ടോർ സ്കിൽസ്, അതായത് കുട്ടി നടക്കുക, ഇരിക്കുക, കഴുത്തുറക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഫൈൻ മോട്ടോർ, അതായത് എഴുതുക, ഹാൻഡ് ഐ കോർഡിനേഷൻ, കഴിക്കുക, പിന്നെ ബട്ടൺ ചെയ്യുക, ഇതെല്ലാം തന്നെ ഒരു സ്കിൽഫുൾ ഈവൻസ് ആണ്. അതുപോലെ തന്നെയാണ് ലാംഗ്വേജ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ വലിയൊരു മൈൽ സ്റ്റോൺ ആണ്, സംസാരിക്കുക എന്നുള്ളത്. അപ്പോൾ കുട്ടി ആദ്യമേ ചെറുതായിട്ട് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു, പിന്നെ പതുക്കെ പതുക്കെ വാക്കുകൾ പറയണു, പിന്നെ അതൊരു സെൻറ്റൻസ് ആവുന്നു. ഇതെല്ലാം തന്നെ സംഭവിക്കുന്ന ഈ ഒരു 3 വയസ്സിനുള്ളിലാണ്. പിന്നെ ഒരു പേഴ്സണൽ സോഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം ന്യൂ ബോൺ ആയിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തോട്ടൊന്നും അധികം ഒരു നോട്ടമില്ല. പിന്നെ പതുക്കെ പതുക്കെ നമ്മളുമായിട്ടൊരു ഇൻട്രാക്ഷൻ വരുന്നു, നമ്മൾ പേര് വിളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നു, നമ്മളുമായിട്ട് കളിക്കുന്നു. ഇതെല്ലാം തന്നെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകേണ്ട ഒരു കാര്യമാണ്. ഇതാണ് കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, ബൗദ്ധിക വളർച്ച. ഇതിൽ നമ്മൾ പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ഭൗതികമായ വളർച്ചയിൽ? പണ്ടത്തെ ഒരു തിയറി എന്ന് പറയുന്നത് നേച്ചറായിരുന്നു. നേച്ചർ തിയറി എന്ന് പറയും. അതായത് കുട്ടി കണ്ടും കേട്ടും പഠിക്കുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ അന്നത്തെ കാലത്ത് ഇങ്ങനെ ആയിരുന്നില്ല, ഇപ്പോഴത്തെ ഒരു സ്ഥിതി ആയിരുന്നില്ല. നമ്മുടെ ഗ്രാൻഡ് പാരൻസും എല്ലാവരും നമ്മളൊരു കൂട്ടുകുടുംബം, പിന്നെ അതുപോലെ തന്നെ കുറേ ആൾക്കാരുണ്ട്, അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരി ആയിരുന്നു. പക്ഷേ ഇന്ന് വരുമ്പോഴത്തേക്കും കുട്ടി കുറച്ചൊരു ഒറ്റപ്പെട്ട സ്ഥിതിയിലാണ്. ഇപ്പം എല്ലാ പാരൻസും വർക്കിംഗ് ആയിരിക്കും. ഗ്രാൻഡ് പാരൻസ് ആണെങ്കിൽ അവർക്കൊരു അപ്പൂപ്പനോ അമ്മൂമ്മയോ ആണെങ്കിൽ അവർക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നുണ്ട്. അതായത് കുട്ടിക്ക് ഓപ്റ്റിമം ഡെവലപ്മെൻറ്റിൽ എത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നുണ്ട്. അതായത് അവർ കൂടുതൽ മീഡിയ ഇൻഫ്ലുവൻസിലോട്ട് പോകും. ഈവൻ 1 വയസ്സോ ഇല്ലെങ്കിൽ അതിൽ താഴെയുള്ള കുട്ടികളോ ഫുള്ളി കാർട്ടൂൺസിലായിരിക്കും. ആ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് സമയത്ത് ഈ കാർട്ടൂൺസ് ഒക്കെ കാണിക്കുമ്പോഴത്തേക്ക് അത് ഒത്തിരി കുറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പം നടക്കുന്നതാണെങ്കിൽ എപ്പോഴും നമുക്കൊരു പേടിയാണ്, കുഞ്ഞ് വീഴുമോ എന്ന് ഉദ്ദേശിച്ച് നമ്മൾ തറയിൽ വിടാണ്ടിരിക്കുക, തറയിൽ കിടത്താണ്ടിരിക്കുക. അതെല്ലാം തന്നെ കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കുട്ടിക്ക് കൊടുത്താൽ മാത്രമേ കുട്ടിക്ക് ആ ഡെവലപ്മെൻറ്റ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ ഡ്രാബാക്കും ഉണ്ടല്ലോ. ശരിക്കും ഇത്രയും ഈ ക്രൗഡിൻ്റെ അല്ലെങ്കിൽ കൂട്ടുകുടുംബത്തിൽ വളരുമ്പോൾ ചിലപ്പോൾ പാരൻസിന് വേണ്ട വിധം നമുക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവില്ല, മോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവില്ല. കാരണം പകുതി വളർത്തുന്ന ഇവരൊക്കെ ആയിരിക്കും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ കാണുന്ന ഒരു രീതിയിലായിരിക്കില്ല അവർ വളർത്തിക്കൊണ്ട് വരുന്നത്. അത് ശരിക്കും നെഗറ്റീവായിട്ട് വരില്ലേ? അതെ, ഇത് രണ്ടിനും 2 തലങ്ങളാണ്. പക്ഷേ ഇന്നത്തെ രീതിയിൽ വരുമ്പോൾ കുട്ടി ഒട്ടും തന്നെ ആൾക്കാരെ കാണുന്നില്ല. എസ്പെഷ്യലി നമ്മുടെ കോവിഡിന്റെ സമയത്ത് മിക്കവാറും ഈ ഫ്ലാറ്റിനകത്തുള്ള കുട്ടികൾക്ക് ഒരുപാട് സ്പീച്ച് ഡിലേ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കാണുന്നുണ്ട്. ആ കോവിഡിന്റെ ഒരു ഇമ്പാക്റ്റ് ഇപ്പോഴാണ് ശരിക്കും നമ്മൾ അറിയുന്നത് കുട്ടികളിൽ. ഇത്രയും നാള് ആരെയും കാണാതിരുന്ന കുട്ടി പുറത്ത് ആൾക്കാരെ അഭിമുഖീകരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഡിഫറൻസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുന്നില്ല, കുട്ടികളോട് മിണ്ടാൻ പറ്റുന്നില്ല, കളിക്കാൻ പറ്റുന്നില്ല. അതുതന്നെ ലാംഗ്വേജ്, സംസാരം ഒരുപാട് താഴ്ന്നു പോയി, അവർക്ക് വാശികൾ വന്നു, ഒരുപാട് തരത്തിലുള്ള ഡെവലപ്മെൻറ്റൽ പ്രശ്നങ്ങൾ ഇപ്പോൾ അവർ നേരിടുന്നുണ്ട്. ശരിക്കും ഇവർ ഈ കുട്ടികളുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാവുമല്ലോ, ഇപ്പോൾ രാവിലെ മോർണിംഗ് ടു നൈറ്റ് വരുന്ന ലൈഫ് സ്റ്റൈൽ, അതിൽ നമ്മൾ പാരൻസ് എത്രത്തോളം ശ്രദ്ധിക്കും? നമുക്ക് പാരൻറ്റിങ് ഒരു കലയാണിപ്പോൾ. നമ്മൾ യൂഷ്വലി നേരത്തെ എന്ന് പറഞ്ഞാൽ പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഒരു പാരൻ്റ് ആവുന്നു, കുട്ടികളെ നോക്കുന്നു, അങ്ങനെയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പാരൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് 1 or 2 കുട്ടികൾ മാക്സിമം. നേരത്തെ അതൊരു ജോലി മാത്രമായിരുന്നു. അതെ അതെ. ഇപ്പോൾ അത് കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് വേണം അതിന്. കാര്യം ഇപ്പോഴത്തെ രീതി എന്ന് പറഞ്ഞത് എല്ലാം മേടിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു കുട്ടി ഒരു കാര്യം പറഞ്ഞു, അപ്പോൾ അത് 10 അവൻ്റെ കയ്യിലെത്തും. അപ്പോൾ കുട്ടിക്ക് അറിയാം എനിക്ക് എന്ത് ചോദിച്ചാലും എനിക്ക് കിട്ടുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് കുറച്ച് നാൾ കഴിയുമ്പോൾ നോ പറയുമ്പോഴത്തേക്ക് കുട്ടിക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ വരും. അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ പാരൻറ്റിങ് രീതി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാര്യം ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നോ പറയുക, അതാണ് ശരിക്കുമുള്ള പാരൻറ്റിങ്. ഇത് ഏത് സ്റ്റേജ് വരെയാണ് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യേണ്ടത്? ഏത് ഏജ് വരെ? ഈ വാശി തുടങ്ങുന്നത് നേരത്തെ തന്നെ തുടങ്ങും. ഈ 6 മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വാശി തുടങ്ങാറുണ്ട്.
അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട നമ്മുടെ ഈ പാരൻറ്റിങ് രീതികളും ആദ്യമേ സ്റ്റാർട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കണം, തെറ്റും ശരിയും കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നെ പോകണം. അല്ലാതെ ഒരു 10 വയസ്സിൽ ഇതാണ് തെറ്റ്, ഇന്നത് നീ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. ഇപ്പോഴത്തെ പല സൊസൈറ്റിയിൽ നടക്കുന്ന പല പ്രശ്നങ്ങളുടെയും കാര്യം അത് തന്നെയാണ്. അതായത് ആദ്യം മുതൽക്കേ എല്ലാം കിട്ടി പോകുന്ന ഒരു കുട്ടിക്ക് അവസാനം ഒരു മാർക്ക് കുറയുന്നു, അപ്പം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ പറഞ്ഞു കൊടുക്കുക, ഒരു എൻഡ് ഓഫ് ലൈഫ് അല്ല എക്സാം എന്നുള്ളത്. അത് എക്സാമിന് മാർക്ക് കുറഞ്ഞാലും നമുക്ക് വീണ്ടും എടുക്കാൻ പറ്റും. അതൊക്കെയാണ് ഇപ്പോഴത്തെ സൂയിസൈഡ്സിൻ്റെയൊക്കെ കാര്യം. അപ്പം നമുക്ക് ഈ ആദ്യമേ തൊട്ട് കുട്ടീനെ അതിൻ്റെ രീതിയിൽ ട്രെയിൻ ചെയ്ത് വരണം. ആ ഒരു കോപ്പിംഗ് മെക്കാനിസംസും ഇന്നതൊക്കെ കുട്ടിക്ക് ചെയ്യാൻ പറ്റും. അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു പാരൻറ്റിങ് ആണ് നമ്മൾ ശരിക്കും കൊടുക്കേണ്ടത്. ഈ പാരൻസ് ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഒരു കുട്ടിയെ മോൾഡ് ചെയ്യുമ്പോൾ അവർക്ക് സ്പെൻഡ് ചെയ്യേണ്ട കുറേ ടൈമുണ്ട്. അത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അത് വളരെ കുറഞ്ഞു വന്നെങ്കിൽ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. കാര്യം ഇപ്പം എന്നെ എടുക്കുകയാണെങ്കിലും ഞാനൊരു പാരൻ്റാണ്. ഞാനും രാവിലെ ജോലിക്ക് വരുന്നു, വൈകുന്നേരമാണ് പോകുന്നത്. അപ്പം എൻ്റെ കുട്ടിയായിട്ടുള്ള ചെറുതിലേ ഉള്ള ഇൻട്രാക്ഷൻ തന്നെ കുറയുന്നുണ്ട്. അപ്പം നമുക്ക് മാക്സിമം നമുക്ക് അവരോടുള്ള ഇൻട്രാക്ഷൻ കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മെയിൻ എയിം. അതിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എപ്പോഴും കുട്ടികളോട് സംസാരിക്കുക, ഇൻട്രാക്ഷൻ കൂട്ടുക. ഇപ്പം അതാണ് കുറഞ്ഞത്. അതെ, നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം കുട്ടികളോട്. നമ്മളെപ്പോഴും ഫോണിലായിരിക്കും, നമുക്ക് കുട്ടികളോട് സംസാരിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ കുട്ടികളോട് കളിക്കാൻ സമയമില്ല. നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ ഏൽപ്പിക്കാതെ, അല്ലെങ്കിൽ TV, ഫോൺ എന്നുള്ളതിൽ ഏൽപ്പിക്കാതെ കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ നമ്മൾ ആദ്യമേ കൂട്ടണം. ഈവൻ അത് ന്യൂ ബോൺ പീരീഡ് തൊട്ട് അത് കൂട്ടണം, ചെറുതിലെ. അതായത് ജനിച്ച് വീഴുന്നത് തൊട്ട് കുട്ടികളുമായിട്ട് സംസാരിക്കണം, അവരുമായിട്ട് മുഖത്ത് നോക്കി സംസാരിക്കുക, അവരുമായിട്ട് കളിക്കുക. അല്ലെങ്കിൽ ആ ഒരു ഇൻട്രാക്ഷൻ വളരെ കുറഞ്ഞു പോകും. നേരത്തെ ഡോക്ടർ പറഞ്ഞൊരു 3 വയസ്സ് വരെയാണ് ശരിക്കും പറഞ്ഞ ഒരു മോൾഡിങ്ങിൻ്റെ ഒരു സ്റ്റേജ് തുടങ്ങുന്നതാണോ എൻഡ് ചെയ്യുന്നതാണോ? തുടങ്ങുന്നത്. ബ്രെയിൻ ഡെവലപ്മെന്റ് മാക്സിമം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഏത് സമയം മുതലാണ് പേരൻസ് കൂടുതൽ കെയർ കൊടുക്കേണ്ടത്? ശരിക്കും ഒരു പൗരനായിട്ട് ലാസ്റ്റ് ഒരു സ്റ്റേജ് ഉണ്ടാവുമല്ലോ ഇവിടെ, പിന്നീട് ഒന്നും ചെയ്യാം. മറ്റേ മേളിൽ കൊണ്ട് വളം വെച്ചിട്ട് എന്ന് പറയുമ്പോൾ അത് ഏതുപോലെ ഏത് സ്റ്റേജ് ശ്രദ്ധിക്കണം? ഇപ്പൊ പറയുന്ന പ്രഗ്നൻസി ടൈം തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഏത് ഏജ് വരെ കൊണ്ടുപോകാം? അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ടൈമിലും നമ്മൾ ആ ഇൻട്രാക്ഷൻ കീപ്പ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് കാര്യം. ഇപ്പോൾ ജനിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് അങ്ങനെ അധികം സംസാരിക്കാനൊന്നും പോയി. പക്ഷെ നമ്മളിപ്പം സ്റ്റിമുലേഷൻസ് പറയാറുണ്ട്. വിഷ്വൽ സ്റ്റിമുലേഷൻസ് ആണെങ്കിലും ഓഡിറ്ററി സ്റ്റിമുലേഷൻസ് ആണെങ്കിലും ഇപ്പം ജനിച്ച് വീഴുന്ന കുട്ടികൾക്ക് തന്നെ ചെറിയ പാട്ടുകൾ പാടിക്കൊടുക്കുക, നല്ല റെഡ് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള പല സ്റ്റിമുലേഷൻസും നമ്മളിപ്പോൾ പണ്ടത്തെ പോലെയല്ല. പണ്ടത്തെ നമ്മളിതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ അതെല്ലാം സ്റ്റിമുലേഷൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. കാര്യം ഇതൊക്കെ അവർ നന്നായിട്ട് ഡെവലപ്മെൻറ്റിന് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇനി ജനിച്ച് വീഴും മുമ്പേ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യണം. ഏകദേശം അവരുടെ ഒരു യൂത്ത് കഴിയുന്നവരെയും നമ്മുടെ പിടുത്തത്തിൽ തന്നെ ഉണ്ടാവണം. പിടുത്തം എന്നല്ല, നമുക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ കുട്ടികൾക്ക് എപ്പോഴും നമ്മളോടൊരു ഇൻട്രാക്ഷൻ വേണം. എന്തും നമ്മുടെ അടുത്ത് തുറന്നു പറയാൻ പറ്റുന്ന ഒരു ഇന്നത്തെ രീതിയിൽ അത് കാണുന്നില്ല. ഒത്തിരി നമുക്ക് ഈ വരുന്ന പേഷ്യൻസിനെ എല്ലാം നമുക്ക് അങ്ങനെയാണ്. കാര്യം എന്തെങ്കിലും ഒരു കാര്യത്തിന് വഴക്ക് പറയുമ്പോൾ പിന്നെ കുട്ടികളാരും ഒന്നും മിണ്ടണില്ല, പാരൻസിൻ്റെ അടുത്തൊന്നും സംസാരിക്കില്ല. അപ്പം കൂടുതൽ സംസാരിക്കുക അവരോട്, അവരും ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കട്ടെ. ഇപ്പോൾ ഡോക്ടറുടെ ഒരു ഇതിൽ ചോദിക്കാൻ എൻ്റെ പേഴ്സണൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളൊരു കുട്ടികളുടെ അടുത്ത് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ സെക്സ് ഓറിയൻറ്റഡ് കുറേ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ അവരോട് ഓപ്പണായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതാണോ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നല്ലത്, അതോ അതിനൊക്കെ ഒരു മറവ് ഉണ്ടാവുന്നതാണ് നല്ലത്? അല്ല, സെക്സ് എഡ്യൂക്കേഷൻ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. കാര്യം ഒരു ഇത് ഞങ്ങൾക്കറിയില്ല, ഇതെന്തിനാ നീ ചോദിക്കുന്നത്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ കുട്ടിക്ക് അതിനൊരു ക്യൂരിയോസിറ്റി വളരത്തേ ഉള്ളൂ. അവർ പല റോങ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെക്കാട്ടിയും നല്ലത് ഇതൊരു നോർമലായിട്ടുള്ളൊരു കാര്യമാണ്, നോർമലൈസ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇതിന് 2 വഴക്ക് കൊടുത്ത് ഇപ്പം പല പാരൻസും പറയുന്നുണ്ട്, അവർക്ക് എപ്പോഴും ഫോണിലായിരിക്കും, റീൽസ് കാണും, അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇത് കയറി വരുമല്ലോ, പലതും കയറി വരും, കുട്ടികൾ കാണുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊരു സംശയം ചോദിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയാണോ ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞ് തിരിച്ചൊരു ചോദ്യം ചോദിക്കുമ്പോൾ അവർ വിചാരിക്കും ഇതെന്തോ വലിയ കാര്യമാണ്, അപ്പം നമുക്കിത് എന്താണെന്ന് സെർച്ച്. കുട്ടികൾ എപ്പോഴും അങ്ങനെയാണ്, അവർ ക്യൂരിയസ് ആണ്, അവർ എക്സ്പ്ലോർ ചെയ്യും. അവർക്ക് ഒരു കാര്യം കാണണമെന്നോ അവർക്കൊരു കാര്യം അറിയണമെന്നോ വെച്ചാൽ അവർ അറിഞ്ഞിരിക്കും. അപ്പോൾ അത് ഏത് വഴിക്കാണ്, പക്ഷെ ആ വഴി തിരഞ്ഞെടുക്കുന്നത് ചിലപ്പോൾ റോങ് ആയിട്ടായിരിക്കും. അവർക്കൊരു റോങ് ഇൻഫർമേഷൻസ് ആയിരിക്കും കിട്ടുന്നത്.
അവിടെയാണ് നമ്മുടെ മിസ്റ്റേക്ക്. അവിടെ സ്കൂൾ മാനേജ്മെൻറ്റും അതിന് ഇപ്പോൾ സ്കൂളിൽ സെക്സ് എഡ്യൂക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ആക്ച്വലി. കാരണം വെച്ചാൽ ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലൊരു വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് ഇങ്ങനത്തെ പോഷൻ വരുമ്പോൾ ചിലപ്പോൾ നമ്മളതിനെ ഓഫ് ചെയ്ത് അല്ലെങ്കിൽ ചാനൽ മാറ്റി കൊണ്ടുപോകും. ശരിക്കും ഡോക്ടറുടെ ഒരു സ്റ്റഡീസിൽ അങ്ങനെ മാറ്റേണ്ട കാര്യമില്ല, അവരെ ഇരുത്തിയത് കാണിച്ച് പറഞ്ഞു കൊടുത്ത് പോകണം എന്നാണോ ഉദ്ദേശിക്കുന്നത്? അത് ഓരോ അപ്പോൾ പുറത്തു പോയിട്ട് അവർ വാങ്ങിച്ച് നോക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു അല്ലേ? അത് ആദ്യമേ ഇപ്പം നോർമലായിട്ടൊരു ഹ്യൂമനിലെ ബോഡി പാർട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞു കൊടുത്ത് ശീലിപ്പിക്കണം. അപ്പോൾ ഇതൊരു നോർമലായിട്ടുള്ളൊരു കാര്യമായി മാറും. അതെ അതെ. ഈ സംസാര വൈകല്യം ഉണ്ടാവില്ല, അതെങ്ങനെയാണ് അതിൻ്റെ ഒരു മോഡുലേഷൻ? സംസാരത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഡെവലപ്മെൻറ്റൽ ഡൊമൈൻസ് പറയുമ്പോൾ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റ്, അതായത് ഇരിക്കുക, നടക്കുക, കഴുത്തുറയ്ക്കുക, അതെല്ലാം. അതുപോലെ തന്നെ ഫൈൻ മോട്ടോർ, എഴുതുക, സ്പൂൺ എടുത്ത് കഴിക്കുക, പേന പിടിക്കുക, ഇതെല്ലാം ഫൈൻ മോട്ടോർ സ്കിൽസ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് സംസാരം പിന്നെ പേഴ്സണൽ സോഷ്യൽ, ഇത്രയാണ് നമ്മുടെ ഡൊമൈൻസ് ആയിട്ട് പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു ഡൊമൈനാണ് ലാംഗ്വേജ്. അതായത് കുട്ടി 3 വയസ്സിൽ സംസാരിച്ചില്ലെങ്കിലും പാരൻസിന് അത്ര ഒരു പ്രശ്നമില്ല. പക്ഷേ കഴുത്തുറയ്ക്കാതെയോ ഒരു കുട്ടി 1 വയസ്സിൽ നടന്നില്ലെങ്കിലോ പാരൻസിന് വളരെ കൺസേൺ ആയിരിക്കും, എന്തുകൊണ്ട് കുട്ടി നടക്കുന്നില്ല. അപ്പോൾ തന്നെ പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് കൊണ്ടുവരും. പക്ഷേ 3 വയസ്സായിട്ടും നേരെ നന്നായിട്ട് വർത്തമാനം പറയുന്നില്ലെങ്കിൽ അങ്ങ് സംസാരിച്ചോളും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ലാംഗ്വേജ് 2 തരത്തിലുണ്ട്. ഒന്ന് റിസെപ്റ്റീവ് ലാംഗ്വേജ്, ഒന്ന് എക്സ്പ്രസീവ് ലാംഗ്വേജ്. റിസെപ്റ്റീവ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കുവാണെങ്കിൽ വാ എന്നുള്ളൊരു ജസ്റ്ററാണ് കാണിക്കുന്നത്. അപ്പോൾ അത് അറിഞ്ഞ് വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കുന്നതാണ് റിസെപ്റ്റീവ് ലാംഗ്വേജ്. അതും ഒരു ഫോം ഓഫ് ലാംഗ്വേജ് ആണ്. അതായത് ഞാൻ ഒരു ആക്ഷൻ കാണിക്കുകയോ ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന മോനെ ആ ബുക്ക് എടുത്ത് അവിടെ വെക്കൂ എന്ന് പറയുമ്പോഴത്തേക്കും ആ ബുക്ക് എടുത്ത് അവിടെ വെക്കുന്നത് ഒന്നും പറയാതെ ചെയ്യുന്ന ഒരു ജോലിയാണ്. പക്ഷെ അതും ഒരു ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആണ്. മറ്റേ എക്സ്പ്രസീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ സംസാരിക്കുന്നത്, അതായത് വാക്കുകൾ സംസാരിക്കുന്നത്. ചില കുട്ടികളിൽ റിസെപ്റ്റീവ് ലാംഗ്വേജ് കാണും, അതായത് എല്ലാ ആംഗ്യത്തിലും ഇല്ല എന്ത് പറഞ്ഞാലും കേൾക്കും അവർ. അതേപോലെ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞാൽ അത് വരും, പക്ഷേ സംസാരിക്കില്ല. അങ്ങനെയുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1 വയസ്സിൽ 2 മീനിങ് ഫുൾ വേർഡ്സ് വേണം. അതായത് അമ്മ, അച്ഛ ഇല്ലെങ്കിൽ ടാറ്റ, എന്തെങ്കിലും 2 മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ്സ് 1 വയസ്സിൽ വേണം. 1.5 വയസ്സാകുമ്പോഴത്തേക്ക് അതൊരു 6 7 വാക്കുകളാവണം. അതായത് കാക്ക, പൂച്ച, തത്ത, എന്തെങ്കിലും 6 വാക്കുകൾ, അർത്ഥവത്തായ 6 വാക്കുകൾ. 2 വയസ്സാകുമ്പോഴത്തേക്കും 2 വാക്കുകൾ ചേർത്ത് പറയണം. എനിക്ക് വേണം, ഞാൻ പോയി, അങ്ങനെയുള്ള വാക്കുകൾ. 2 വയസ്സിന് ശേഷം ഓരോ ദിവസം ഓരോ വാക്ക് കൂടണം. അതായത് 50, 100, 200 അങ്ങനെ വാക്കുകൾ കൂടിക്കൊണ്ടിരിക്കണം. 3 വയസ്സാകുമ്പോൾ എനിക്ക് അത് വേണം, 3 വേർഡ് ഫ്രേസസ്. ഇത്രയുമാണ് നോർമലായിട്ടുള്ള ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. പക്ഷേ നമ്മുടെ പാരൻസിന് ഇത് പലർക്കും അറിയില്ല. അപ്പോൾ അവർ പറയുന്നത് നമ്മുടെ ഇപ്പം പലരെയും കൊണ്ടുവരുമ്പോഴത്തേക്ക് 4 വയസ്സിലും സംസാരിച്ചില്ല എന്നുള്ള കംപ്ലൈൻറ്റിലായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താ ഇത്രയും വൈകിയെന്ന് ചോദിക്കുമ്പോൾ പറയും അത് അച്ഛൻ ലേറ്റായിട്ടാണ് സംസാരിച്ചത്, ഇല്ലെങ്കിൽ വല്യച്ഛൻ ലേറ്റായിട്ടാണ് സംസാരിച്ചത്, ആൺകുട്ടിയല്ലേ താമസിക്കുമല്ലോ. അങ്ങനെയൊന്നുമില്ല. എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കി. ഈ ലാംഗ്വേജ് ഡിലേ ചിലപ്പോൾ ലേറ്റ് ടോക്കേഴ്സ് ആയിരിക്കാം, പക്ഷേ ഇവരിൽ തന്നെ സ്ക്രീൻ, അതായത് ഫോൺ യൂസ് അധികമാകുമ്പോൾ സ്പീച്ച് ഡിലേ ഉണ്ടാവുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഒത്തിരി കുട്ടികൾക്ക് നമുക്ക് ഈ എസ്പെഷ്യലി ഫോൺ യൂസിൽ റീൽസ് കാണുന്ന കുട്ടികൾ, അവർക്ക് ഒത്തിരി സ്പീച്ച് ഡിലേ വരുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ TV യൂസ്, കാർട്ടൂൺസ് മെയിനായിട്ട്, അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒത്തിരിയായിട്ട് സ്പീച്ച് ഡിലേ കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത് ഈ ഓട്ടിസം എന്ന് പറയുമ്പോഴത്തേക്കും മുഖത്തോട്ട് നോക്കില്ല. ഇപ്പം നമുക്കൊരു ഐ കോണ്ടാക്റ്റിലല്ലേ നമ്മൾ സംസാരിക്കുന്നത്, നമുക്ക് ആ ഒരു ഐ കോണ്ടാക്റ്റ് ഇല്ലാണ്ടിരിക്കുക. ഇപ്പോൾ പേര് വിളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യും. ഇപ്പം ഫോർ എക്സാമ്പിൾ ആദിത്യ എന്ന പേരാണ്, ആദി എന്ന് വിളിച്ചാൽ ഒന്ന് തിരിഞ്ഞു നോക്കണം, അതാണ് നോർമൽ റെസ്പോൺസ്. അങ്ങനെ നോക്കാണ്ടിരിക്കുക. അങ്ങനെയുള്ള പല ഓട്ടിസത്തിന് ഈ 2 മാത്രമല്ല, ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. അതിൻ്റെ കൂടെ സ്പീച്ച് ഡിലേയും, ഒന്നും തന്നെ സംസാരിക്കാണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു 3 വയസ്സിൽ ഒരു തരത്തിലും നമ്മുടെ ഒരു ലോകത്തെ അല്ലെങ്കിൽ അതൊരു ഓട്ടിസവും ആവാം. അപ്പോൾ ഈ ലാംഗ്വേജ് ഡിലേ എന്ന് പറയുന്നത് വെറും അച്ഛന് വൈകി ഇല്ലെങ്കിൽ അമ്മ വൈകി സംസാരിച്ചത് കൊണ്ട് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. അത് ഇവാലുവേറ്റ് ചെയ്യേണ്ട. ഇതൊക്കെ നമുക്ക് ഏത് വയസ്സ് വരെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത് ഈ ഓട്ടിസം ആണെങ്കിൽ
ഫിസിക്കലി നമുക്ക് അറിയാൻ പറ്റും ഓട്ടിസം ഉള്ള കുട്ടികളെ അങ്ങനെ? ഫിസിക്കലി ഒരിക്കലും അറിയാൻ പറ്റില്ല. ഇല്ല. കാര്യം പല ഓട്ടിസ്റ്റിക് കുട്ടികളും ഏകദേശം 1.5 വയസ്സ് വരെയൊക്കെ നോർമൽ ആയിരിക്കും. അതായത് 1 വയസ്സിൽ 2 വാക്ക് സംസാരിക്കും, 1.5 വയസ്സിൽ ഒരു 5-6 വാക്കൊക്കെ സംസാരിക്കും. പതുക്കെ ആയിരിക്കും അവരൊരു റിഗ്രഷൻ വരുന്നത്. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി അറ്റൈൻ ചെയ്ത മൈൽ സ്റ്റോൺസ് പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരുന്ന വാക്കുകളൊക്കെ അങ്ങ് നിന്നു പോകും. അതായത് കാക്ക, പൂച്ച, അമ്മ, അച്ഛ എന്നൊക്കെ പറയുന്നത് അങ്ങ് നിന്നിട്ട് വേറൊരു അവരുടേതായിട്ടൊരു ലോകത്താവും. അതായത് നമ്മുടെ മുഖത്തോട്ട് നോക്കാതെ ഇരിക്കുക, നമ്മൾ പറയുന്നൊന്നും കേൾക്കാണ്ടിരിക്കുക. ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കില്ല. അവർക്ക് ആവശ്യമുള്ളത് അവർ നമ്മളെ കൊണ്ട് സാധിപ്പിക്കും. അതായത് ഇപ്പോൾ ഒരു സാധനം അവിടെ ഇരിക്കുവാണെങ്കിൽ നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് വന്ന് അത് എടുപ്പിക്കും. പക്ഷെ ഒരിക്കലും നമ്മുടെ മുഖത്തോട്ട് നോക്കി ഇന്നത് വേണം എന്ന് പറയില്ല. ഇത് ഈ വാശി എന്ന് പറഞ്ഞ സംഭവം നേരത്തെ പറഞ്ഞത്, ഈ വാശി എന്ന് പറഞ്ഞത് ശരിക്കും ഒരു ജനറ്റിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണോ, അതോ ബൈ ബർത്ത് വന്ന് അങ്ങനെ എന്തെങ്കിലും ആണോ? വാശി എല്ലാ കുട്ടികൾക്കും വാശിയുണ്ട്, നമുക്ക് വരെ വാശിയുണ്ട്. അപ്പോൾ വാശി കൂടുതലുണ്ടാവുന്നത് ശരിക്കും കൂടുതലുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് വാശി പിടിക്കുകയാണ്. ഇപ്പം ഈ ശ്വാസം പിടിച്ച് കരയുക, അതാണ് ആദ്യത്തെ സൈൻ വാശിയുടെ. 6 മാസത്തിൽ ശ്വാസം പിടിച്ച് കരയുന്ന ഒത്തിരി കുട്ടികളുണ്ടല്ലോ. ശ്വാസം പിടിച്ച് ഇങ്ങനെ കരഞ്ഞു നിൽക്കും. അപ്പം നമ്മളെല്ലാവരും പേടിച്ചു പോവും. അപ്പം ആൾക്കാരെല്ലാം അതറിഞ്ഞ് അതൊരു വാശിയുടെ ഒരു ഫോമാണ്. അത് ബ്രെത്ത് ഹോൾഡിംഗ് സ്പെൽസ് എന്ന് പറയുന്നത്. അതിന് ഏതൊരു പുസ്തകം നോക്കിയാലും എവിടെ നോക്കിയാലും ഒരൊറ്റ ആൻസറേ ഉള്ളൂ: ഇഗ്നോർ. അതിന് വെറുതെ നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. അല്ലാതെ അതിന് വേറൊരു തെറാപ്പി വേറൊരു പ്രതിവിധി ഇല്ല അതിന്. കാര്യം ഇപ്പോൾ വാശി പിടിച്ച് കരഞ്ഞ് നമ്മളൊരു കാര്യം സാധിപ്പിച്ചു കൊടുത്താൽ രണ്ടാമത്തെ കാര്യം അവനെ അറിയാം, കുഞ്ഞിനറിയാം. കുഞ്ഞുങ്ങൾ നല്ല ക്ലവറാണ്, അവർക്കറിയാം ഇത് ഇച്ചിരി കൂടെ ഒച്ചത്തിൽ കരഞ്ഞാൽ അവർക്ക് കിട്ടും. അപ്പോൾ അവരതിന് മേളിൽ കരയും. അപ്പം നമ്മൾ വീണ്ടും വാങ്ങിക്കും. അപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെന്നിരുന്ന ഒരു സാധനത്തിന് വേണ്ടി കരയുമ്പോൾ നമുക്ക് പിന്നെ വേറെ വഴിയില്ല, നമ്മളെല്ലാം സാധിപ്പിച്ചു കൊടുക്കും. ഈ വാശികൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അതൊരു വലിയ വാശിയായിട്ട് വരും. ഇതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, കൂട്ടുകുടുംബത്തിൽ കഴിയുമ്പോഴുള്ള കുഴപ്പം. നമ്മൾ രക്ഷകർത്താക്കൾ ചിലപ്പോൾ ഇതിനെ മോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചോദിച്ചത് പെട്ടെന്ന് വാങ്ങിച്ചു കൊടുക്കത്തില്ല. എന്നാൽ ഗ്രാൻഡ് പാരൻസ് ചോദിക്കും, അവളൊരു ചെറിയ സംഭവം ചോദിച്ചെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊടുക്കാനായിട്ട്. അതെ. ഈ കൂട്ടുകുടുംബം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പണ്ടത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒത്തിരി കസിൻസും അവരും ഒക്കെ കാണുന്ന ആ ഒരു എന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികളില്ലേ, അങ്ങനെയുള്ളതായിരുന്നു ഞാൻ കൂട്ടുകുടുംബം ഉദ്ദേശിച്ചത്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ പാരന്റ്സ് ഇല്ല, ഗ്രാൻഡ് പാരന്റ്സ് തന്നെ ആയിരിക്കും വളർത്തുന്നത്. ഗ്രാൻഡ് പാരന്റ്സ് തന്നെ ആയിരിക്കും ഇപ്പോഴത്തെ ഗ്രാൻഡ് പാരന്റ്സ് എന്ന് പറഞ്ഞാൽ. ഗ്രാൻഡ് പാരന്റ്സ് എങ്ങനെയാണോ പാരന്റ്സിനെ വളർത്തി അങ്ങനെയല്ല ഗ്രാൻഡ് പാരന്റ്സ് കുട്ടികളെ. പാരന്റ്സ് കുറച്ചും കൂടെ റെസ്ട്രിക്ഷൻ വെക്കുമ്പോഴത്തേക്ക് ഗ്രാൻഡ് പാരന്റ്സ് നേരെ എല്ലാം അങ്ങ് കൊടുക്കും. അപ്പോൾ ഇപ്പോൾ ഒരു ഗ്രാൻഡ് പാരന്റ്സ് കൗൺസിലിംഗ് തന്നെ ഉണ്ട് ഞങ്ങൾക്ക്. കാര്യം ഞങ്ങൾ ആദ്യമേ പറയും എന്ന് വെച്ചാൽ അങ്ങനെ എല്ലാം ചെയ്ത് കൊടുക്കണ്ട, നമ്മൾ ആലോചിക്കുക ഇത് വേണോ. കാര്യം ഒരു ടോയ്ക്ക് പകരം 10 ടോയ്സും മേടിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ. കാര്യം ഒന്നിനോടും വരില്ല. ഒരു കുട്ടി കഴിഞ്ഞ ദിവസം വന്ന് ചോദിച്ചത്, അതിൻ്റെ അച്ഛൻ വന്ന് പറഞ്ഞതാണ് 10 രൂപയുള്ളൊരു പേന കളഞ്ഞിട്ട് വന്നു. അപ്പോൾ ചോദിച്ചു 10 രൂപയല്ലേ ഉള്ളൂ, അതിന് അത്രേ ഉള്ളൂ. അങ്ങനെയാണ് അല്ല 10 രൂപയല്ലേ ഉള്ളൂ, അതൊരെണ്ണം കൂടെ മേടിച്ചാൽ പോരെ. അങ്ങനെയാണ് കാര്യം. പണ്ട് നമ്മൾ ഒരു ബുക്ക് മേടിക്കുമ്പോഴത്തേക്കും അതിനൊരു വിലയുണ്ട്. ഇപ്പം അങ്ങനെയല്ല, നമ്മളൊരു 10 ബുക്കാണ് ഓൾറെഡി മേടിച്ചു കൊടുക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അപ്പം ജനറേഷൻ ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ ഇനി അതനുസരിച്ച് മാറുക, അങ്ങനെയുള്ളതാണ്. നമുക്ക് ഇനിയിപ്പോൾ ഉള്ളത് ഈ സ്റ്റഡീസിന്റെ ഡ്രോബാക്സ് ഒക്കെ നമുക്ക് എങ്ങനെയാണ്? അതായത് പഠനത്തിലുള്ള പിന്നോക്കം പോകുന്നത്. പല കുട്ടികളെയും ഒരു 4, 5 ഇല്ലെങ്കിൽ 6-ാം ക്ലാസ് ഒക്കെ എത്തുമ്പോഴാണ് ഈ പഠനത്തിൽ പിന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കൊണ്ടുവരുന്നത്. അതായത് പഠിക്കുന്നതിൽ ശ്രദ്ധയില്ല, മറന്നു പോവുക, ഇതായിരിക്കും ഏറ്റവും കൂടുതലുള്ളത്. എല്ലാവരും മറക്കും, പഠിക്കുന്നുണ്ട് പക്ഷെ മറന്നു പോകുന്നു. അപ്പോൾ ഈ 4-ാം ക്ലാസ് വരെ വലിയ പ്രശ്നം ഇല്ലാതിരിക്കുന്ന കുട്ടിയായിരിക്കും 5, 6, 7 വരുമ്പോഴത്തേക്കും മറന്നു പോകുന്നു. അപ്പം നമ്മൾ ആദ്യം നോക്കേണ്ടത് കുട്ടിയുടെ പഠന രീതിയാണ്. കുട്ടിക്ക് എന്തെല്ലാം അറിയാം. 5-ാം ക്ലാസ്സിൽ വെച്ച് നോക്കുമ്പോഴായിരിക്കും കുട്ടിക്ക് ചിലപ്പോൾ എഴുതാനും വായിക്കാനും പോലും നേരെ അറിഞ്ഞുകൂടായിരിക്കും. ഈ കേട്ട് പറയുന്ന, അതായത് ഓറൽ കാര്യങ്ങളാണല്ലോ 4-ാം ക്ലാസ് വരെ വലുതായിട്ടുള്ളത്. ഇപ്പം എഴുത്ത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം കോപ്പിങ് ആയിരിക്കും, ഈ കാര്യങ്ങൾ അതേപോലെ പകർത്തി വെച്ച് എഴുതുന്നതായിരിക്കും ചിലപ്പോൾ 4-ാം ക്ലാസ് വരെ നടക്കുന്നത്. ഇല്ലെങ്കിൽ കേട്ടിട്ട് അതേപോലെ ഗ്രാസ്പ് ചെയ്ത് പറയുക, റോട്ട് മെമ്മറി എന്ന് പറയും. അതായത് ഇപ്പൊ ജോണി എസ് പപ്പ എന്ന് പറഞ്ഞ് അതേപോലെ ആ പാട്ട് അതേപോലെ പഠിച്ച് പാടുക. അതെ, 5-ാം ക്ലാസ് 6-ാം ക്ലാസ് ഒക്കെ എത്തുമ്പോൾ കുറച്ചും കൂടെ കോൺസെപ്റ്റ്സ് വരും. കോൺസെപ്റ്റ്സ് വരുമ്പോൾ ഇവർക്ക് പറ്റില്ല.
ആ മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം മുതൽ തന്നെ നമ്മൾ പഠിത്തത്തിൽ ശ്രദ്ധിക്കണം. കുട്ടികൾ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അതായത് ഒരു കാണാപ്പാഠം പഠിച്ച് പോകേണ്ട ആവശ്യമില്ല. ഇല്ല, ആ ഒരു കോൺസെപ്റ്റ്സ് ക്ലിയർ ആയി തന്നെ പോകണം. അതായത് ഇവർ ചിലപ്പോൾ ABCD, ചില അമ്മമാർ എന്ന് പറയാറുണ്ട് പെട്ടെന്ന് പാട്ട് പഠിക്കും, ABCD ഫുള്ള് അറിയാം, എല്ലാം അറിയാം, പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ചോദിച്ചാൽ അറിയില്ല. അങ്ങനെയല്ല. അതെ, ആ ഒരു മെമ്മറി ഒരിക്കലും നിലനിൽക്കുന്നതല്ല. നമുക്കൊരു ലോങ് ടേം മെമ്മറിയാണ് ആവശ്യം. ഇതെല്ലാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ പഠന വൈകല്യത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ എപ്പോഴും ഒരു പഠനത്തിൽ ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ ആദ്യം വിഷൻ ചെക്ക് ചെയ്യണം. അതെ, കണ്ണ് നന്നായി കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ ഇപ്പം പല അസുഖങ്ങൾ, ഇപ്പം വേറെ എന്തെങ്കിലും ഫിറ്റ്സ് വരുന്ന കുട്ടിയാണോ, അല്ലെങ്കിൽ തൈറോയ്ഡുള്ള കുട്ടിയാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇനറ്റൻഷൻ, അശ്രദ്ധ. കുട്ടി ശരിക്കും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരിക്കും, പക്ഷേ വേറെ ലോകത്തായിരിക്കും. അതായത് നമ്മളെല്ലാവരും അശ്രദ്ധയുണ്ട് നമുക്ക് എല്ലാവർക്കും. അതായത് ഇപ്പം നമ്മളൊരു പ്രസംഗം കേൾക്കുവാണെങ്കിൽ പകുതി സമയം നമ്മൾ പോവും, പക്ഷേ തിരിച്ച് നമ്മൾ വരും. പക്ഷേ ഈ കുട്ടി മിക്കവാറും തിരിച്ചു വരത്തില്ല. അതായത് ADHD ഉള്ള കുട്ടികൾ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള, അവരുടെ അറ്റൻഷൻ പ്രശ്നമുള്ള കുട്ടികൾക്ക് ഇത് തന്നെയായിരിക്കും. അവരൊന്നും കേൾക്കുന്നില്ല. കേട്ടാലല്ലേ നമ്മൾ പഠിക്കുകയുള്ളൂ. അതായിരിക്കും മെയിൻ പ്രശ്നം. അപ്പോൾ പഠന വൈകല്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതൊന്നുമല്ല. പഠന വൈകല്യം എന്ന് പറയുന്നത് അവരുടെ IQ ഒക്കെ നോർമലായിരിക്കും, പക്ഷെ അവർക്ക് ഇതൊന്നും പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. അതായത് ഈ ഇത്രയും മലയാളമൊക്കെ കണ്ടിരിക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പോഴൊരു ചൈനീസ് ഒരു ഇത് കാണിച്ചാൽ നമുക്ക് എങ്ങനെയായിരിക്കും, അതുപോലെ ആയിരിക്കും ആ കുട്ടിക്ക്, പഠന വൈകല്യമുള്ള കുട്ടിക്ക് ആ മലയാളം കണ്ടാൽ തോന്നുന്നത്.